ഇനി നമ്മൾ ഇടുക്കി കഞ്ഞിക്കുഴിയിലേക്ക് പോവുകയാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 11ാം വാർഡിൽ ഭൂപ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി മത്സരരംഗത്തുള്ളത് ഒരു മുൻ തഹസിൽദാറാണ്. വിൻസെന്റ് ജോസഫ് അറക്കാട്ടാണ് NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. LDFും UDFും ശക്തമായ മത്സരമാണ് വാർഡിൽ നടത്തുന്നത്. ഇടുക്കി തഹസിൽദാരായി 2019 മുതൽ 2022 വരെ വിൻസെന്റ് ജോസഫ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കഞ്ഞിക്കുഴി വില്ലേജിൽ പട്ടയ വിതരണത്തിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് 2022 സസ്പെൻഷനും തിരികെ സർവീസിൽ പ്രവേശിച്ച് 2024 കാസർഗോഡ് നിന്ന് വിരമിച്ചു. പൊതുപ്രവർത്തന രംഗത്തേക്കും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കും ആദ്യമായാണ് വിൻസെന്റ് കാലെടുത്ത് വെക്കുന്നത്. റിട്ടയർ ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കാവുന്നതാണെങ്കിൽ കൂടി അങ്ങനെ നമുക്കുള്ള അറിവ്, നമ്മുടെ കഴിവ്, നമുക്കുള്ള കണക്ഷനുകൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന വരുമാന വർധന ഉണ്ടാക്കുന്ന പ്ലാനുകൾ തയ്യാറാക്കുന്നതിന്, അതിന് ഫണ്ടുകൾ സ്വരൂപിക്കുന്നതിന്, അത്തരത്തിലുള്ള ഒരു ഭരണസമിതിയിലേക്ക് കയറിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നിരവധിയായ നിവേദനങ്ങൾ വേണ്ടിടത്ത് എത്തിക്കുന്നതിന് സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് പൊതുപ്രവർത്തനങ്ങളിൽ ഈ രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. നിലവിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് അംഗമായ ഐസൺ ജിത്താണ് പുന്നേർ വാർഡിലെ UDF സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസിലെ സിജോ ഫ്രാൻസിസിനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.